എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് 2023യുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസേഴ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് പോരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ വൺസ് അഗൈൻ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോദിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് one from the options given below to complete the sentence. If I had seen anything strange, dash എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇഫ് ഐ ഹാഡ് സീൻ, ഹാഡ് പ്ലസ് V3 ഫോം അല്ലെ, ഹാഡ് പ്ലസ് V3 ഫോം എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇത് ഇഫ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇഫ് ഐ ഹാഡ് സീൻ എനിത്തിങ് സ്ട്രേഞ്ച് ഡാഷ് എന്തായിരിക്കും ആൻസർ? വേഗം ആൻസർ പറഞ്ഞോളൂ. ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാവും? ഹാവ് പ്ലസ് V3 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇനി വേഗം പറഞ്ഞ ആൻസർ എന്തായിരിക്കും? ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഹാവ് പ്ലസ് V3 ഫോം. ഈ ലെറ്റ് എന്ന് പറയുന്നത് V3 ഫോം ആണ് കേട്ടോ. ലെറ്റ് എന്ന് പറയുന്നത് V3 ഫോം ആണ്. ലെറ്റിന്റെ 3 ഫോംസ് ലെറ്റ് 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 ആണ്. ഓക്കെ, നമ്മൾ പുട്ട് 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 പറയില്ലേ, ഷട്ട് ഷട്ട് ഷട്ട്, കട്ട് കട്ട് കട്ട്, അതേപോലെ തന്നെ ലെറ്റിന്റെ കേസും. അപ്പൊ ഹാവ് ഉണ്ട്, V3 ഫോം ആയിട്ടുള്ള ലെറ്റും ഉണ്ട്. പിന്നെ ആര് വേണം? ഒരു വുഡും കൂടെ വേണം അല്ലെ. അപ്പോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ഐ വുഡ് ഹാവ് ലെറ്റ് യു നോ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോമും ഉണ്ട്. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദി കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ദി ഓപ്ഷൻസ് ടു ഫിൽ അപ്പ് ദി ബ്ലാങ്ക് വിത്ത്. ആർ യു ഗോയിങ് എവേ ഡാഷ് ഓണം എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആർ യു ഗോയിങ് എവേ ഡാഷ് ഓണം. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. അറ്റാണ് വരിക. അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആണ് വരിക. ആർ യു ഗോയിങ് എവേ അറ്റ് ഓണമാണ്. അതേസമയം ഓണം ഡേ അല്ലെങ്കിൽ ഇപ്പോ ക്രിസ്മസ് ഡേ അല്ലെങ്കിൽ മൺഡേ അല്ലെ, ഒരു ഡേ ചേർന്ന് വരുമ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഡാഷ് ഓണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ് യൂസ് ചെയ്യുക. ഓണം ഡേ, ക്രിസ്മസ് ഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫിൽ അപ്പ് ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് വേർഡ് ഫ്രം ബിലോ. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഹി വാസ് വെരി പൊളൈറ്റ് വെനെവർ ഹിസ് വൈഫ് എന്റേർഡ് ദി റൂം ഹി ഡാഷ് അപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, okay, he was very polite whenever his wife entered the room he dashed up. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇതേപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ കൊടുത്തിട്ടുള്ള സെന്റൻസിന്റെ ടെൻസ് നോക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ആദ്യം നോക്കേണ്ട അതിന്റെ ടെൻസ് ആണ്. ഏത് ടെൻസാ നോക്കുക. അപ്പൊ ഇവിടെ വാസ് കണ്ടപ്പോ മനസ്സിലായി എന്താ? പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി അല്ലെ. ഹി വാസ് വെരി പൊളൈറ്റ് വെനെവർ ഹിസ് വൈഫ് എന്റേർഡ് കണ്ടോ? ഇ ഡി കണ്ടപ്പോ മനസ്സിലായി. നമ്മൾ ഒന്നും കൂടെ ഉറപ്പിച്ചു അല്ലെ, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാന്നുള്ളത് ഉറപ്പിച്ചു. വെനെവർ ഹിസ് വൈഫ് എന്റേർഡ് ദി റൂം ഹി ഡാഷ് അപ്പ്. അവൻ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവന്റെ ഭാര്യ എപ്പോ റൂമിലേക്ക് വരുന്നോ അപ്പൊ അവൻ എണീറ്റ് നിൽക്കും അല്ലെ. അപ്പൊ ഭാര്യ വരുന്നു അപ്പൊ തന്നെ അവൻ എണീറ്റ് നിൽക്കുക. രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ആക്ഷൻസ് ആണ് അല്ലെ. ഭാര്യ വരുന്നു, അവൻ എണീറ്റ് നിൽക്കുന്നു, അത്രയും പൊളൈറ്റ് ആണ്. അപ്പൊ ഒരേ സമയം നടക്കുന്ന രണ്ട് ആക്ഷൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ രണ്ടും സെയിം ടെൻസ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? സെയിം ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ സെയിം ടെൻസ് എന്ന് പറയുമ്പോൾ എന്റേർഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. സ്റ്റുഡ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. വെനെവർ ഹിസ് വൈഫ് എന്റേർഡ് ദി റൂം ഹി സ്റ്റുഡ് അപ്പ് എന്നുള്ളതാണ് നമ്മൾ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നമ്മൾ ടെൻസ് പഠിച്ചപ്പോ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ സെയിം ടെൻസിലാണ് യൂസ് ചെയ്യുക അല്ലെ. പിന്നെ ആദ്യം ഒരു കാര്യം നടന്നു, പിന്നീട് അടുത്ത കാര്യം നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും, രണ്ടാമത് നടക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞില്ല, രണ്ടും ഒരേ സമയം നടക്കുകയാണ്. അവന്റെ വൈഫ് എൻട്രി ചെയ്തപ്പോ തന്നെ അവൻ എണീറ്റ് നിന്നു. അപ്പൊ രണ്ടും സെയിം ടെൻസ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തു. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് വുഡ് സ്റ്റാൻഡ് നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ PSC പോയിന്റ് ഓഫ് വ്യൂല് സ്റ്റുഡ് ആണ് അവർ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ അപ്പ് ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ.
Okay, fill up the blank with correct option. Neither he nor I dash to suffer. Okay, neither he nor I dash to suffer. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നൈദർ നോർ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ? സെക്കൻഡ് സബ്ജക്ട് എന്താ? ഐ ആണ്. ഐക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇവിടുത്തെ ആൻസർ എന്താ വരണ്ടേ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. നൈദർ ഹി നോർ ഐ ആം ടു സഫർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. Choose a correct combination from the options given below to fill up the blanks with. Okay, I caught him dash over my wall. I asked him dash, but he refused dash anything. So I had dashed him go. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? Yes, I caught him climbing over my wall. Okay, climbing എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ക്ലൈംബിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്തു. ഐ കോട്ട് ഹിം ആസ് ക്ലൈംബിംഗ് എന്ന് നമ്മൾ പറയില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഐ കോട്ട് ഹിം ക്ലൈംബിംഗ് എന്നുള്ളത് മനസ്സിലായി. ഓവർ മൈ വോൾ ഐ ആസ്ക്ഡ് ഹിം ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റിഫ്യൂസ്ഡ്. റിഫ്യൂസിന് ശേഷം 2+V1 ഫോം അല്ലെ? ബട്ട് ഹി റിഫ്യൂസ്ഡ് ടു സേ എനിത്തിങ്. സോ ഐ ഹാഡ് ടു ലെറ്റ് ഹിം ഗോ. ഓക്കെ, നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് വരിക. അപ്പൊ ഇത് നമ്മുടെ ജെറന്റ് അതേപോലെ തന്നെ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഫ്യൂസിന് ശേഷം നമ്മൾ 2+V1 ഫോം യൂസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഐ കോട്ട് ഹിം ക്ലൈംബിംഗ് ഓവർ മൈ വോൾ. ഐ ആസ്ക്ഡ് ഹിം ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റിഫ്യൂസ് ടു സേ എനിത്തിങ്. സോ ഐ ഹാഡ് ടു ലെറ്റ് ഹിം ഗോ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നില്ല. റിഫ്യൂസിന് ശേഷം 2+V1 ആണ് എന്നൊക്കെ ചിലപ്പോൾ ഓർമ്മ വരണം എന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഓക്കെ, വെൻ വിൽ ദി അനൗൺസ് ദി ഇലക്ഷൻ റിസൾട്ട്സ്? ഇതിന്റെ പാസീവ് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. പോരട്ടെ, വെൻ വിൽ ദേ അനൗൺസ് ദി ഇലക്ഷൻ റിസൾട്ട്സ്? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ആക്റ്റീവ് പാസീവ് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാ നമ്മുടെ മൈൻഡിലേക്ക് വരണ്ടേ? ടെൻസ് മാറില്ല എന്നുള്ള കാര്യം മൈൻഡിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ആൻസർ ആയി അല്ലെ? കാരണം വെൻ വിൽ എന്തായിരിക്കും? വില്ല് തന്നെയായിരിക്കും പാസീവ് ആക്കുമ്പോ വരിക. ശരിയല്ലേ? ആക്റ്റീവ് വോയിസിൽ വില്ലാണെങ്കിൽ പാസീവ് ആക്കുമ്പോ വുഡ് ആവില്ല, വില്ല് തന്നെയായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ്? ഓക്കെ, മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ സാധാരണ ബി ചേർക്കാറുണ്ട്, +V3 ഫോം ഓഫ് ദി വെർബ് ചേർക്കാറുണ്ട്. ശരിയല്ലേ? സോ നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ. സെലക്ട് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. അനദർ പാസഞ്ചർ കെയിം ഇൻ ആൻഡ് സെഡ്, ഇസ് ദിസ് സീറ്റ് ടേക്കൺ? എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഫിൽ അപ്പ് ദി ബ്ലാങ്ക് വിത്ത് റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ ഇൻ ദി ഫിലിം. വാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. വൺ ഐഡ് ആണ്, വാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണ്ടേ വാ വരുന്ന സമയത്ത്? ഐ സോ എ വൺ ഐഡ് മാൻ ഇൻ ദി ഫിലിം അല്ലെ? എ എന്നുള്ള ആർട്ടിക്കിൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലാതെ ഓ കണ്ടിട്ട് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ AEIOU, അങ്ങനെ ഓ കാണുമ്പോൾ ആൻ യൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യമാണോ യൂസ് ചെയ്യേണ്ടല്ല അല്ലെ? കാരണം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് ദി സെന്റൻസ് ദാറ്റ് നീഡ്സ് ടു ബി കറക്റ്റഡ്. ബിഫോർ ദേ വർ കോട്ട് ദേ വർ യൂസ് ടു ലിവ് ഇൻ ദി ജംഗിൾ. എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത്? വേഗം പറ. ബിഫോർ ദേ വർ കോട്ട് ദേ വർ യൂസ് ടു ലിവ് ഇൻ ദി ജംഗിൾ. വേഗം ആൻസർ പറഞ്ഞോളൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സിയിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അല്ലെ? കാരണം ഇവിടെ ബിഫോർ ദേ വർ കോട്ട് എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒരു വേർ യൂസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ദേ യൂസ് ടു ലിവ് ഇൻ ദി ജംഗിൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഓപ്ഷൻ സിയിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് എ കറക്റ്റ് ടാഗ്. കം ടു മൈ ഹൗസ്. ഓക്കെ, കം ടു മൈ ഹൗസ് എന്ന് പറയുമ്പോൾ അതൊരു ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം? പോസിറ്റീവ് ഇംപരേറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ വിൽ യു, വോണ്ട് യു, കാണ്ട് യു ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ എല്ലാ ഓപ്ഷൻസും വേണമെങ്കിൽ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആൻസർ
പല പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. 81. Fill up the blank with the right option from below. Raju dashed his wife to tell her that he could be home late. അവൻ ലേറ്റ് ആവുമെന്ന് പറയാൻ വേണ്ടി അവൻ അവന്റെ വൈഫിന് എന്ത് ചെയ്തു? ഫോൺ വിളിച്ചു അല്ലെ? അപ്പോ ഫോൺ വിളിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വെർബ് ഇതിനകത്ത് ഏതാണ്? ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോൾഡ് അപ്പ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, രാജു കോൾഡ് അപ്പ് ഹിസ് വൈഫ് ടു ടെൽ ഹർ ദാറ്റ് ഹി കുഡ് ബി ഹോം ലേറ്റ് ആണ്. കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീകളക്ട് എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫോൺ വിളിക്കുക എന്നുള്ളൊരു മീനിങ്ങും വരുന്നുണ്ട് കേട്ടോ, കോൾഡ്. ഓക്കെ, ഇനി കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് ഓൺ എന്ന് പറഞ്ഞാല് വിസിറ്റർ പേഴ്സൺ ആണ് അല്ലെ? ഓക്കെ, വിസിറ്റർ പേഴ്സൺ, ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളിംഗ് ബെൽ ഓൺ ചെയ്യും എന്ന് ഓർത്ത് വെക്കും. അതാണ് കോൾഡ് ഓൺ വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? കോൾഡ് അപ്പ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർ ഏലിയ. ഇന്റർ ഏലിയ ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് എമംഗ് അതർ തിങ്സ് ആണ്. ഇന്റർ ഏലിയ എന്ന് പറഞ്ഞാൽ എമംഗ് അതർ തിങ്സ് ആണ്. ഫോറിൻ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇന്റർ ഏലിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്, മീൻസ് എമംഗ് അതർ തിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ്, ആക്ഷേപിക്കുക എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡ് ഇതിനകത്ത് ഏതാണ്? സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ് അതിനെ പറയുന്നത് ഒബ്ലോക്കി ആണ് കേട്ടോ. ഒബ്ലോക്കി, ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ ഒബ്ലിക്വിറ്റി, ഒബ്ലീക്ക് എന്ന് പറയില്ലേ? ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലാന്റിങ് ആയിട്ടുള്ള അല്ലെ? ഒബ്ലീക്ക് ആങ്കിൾ, ഒബ്ലീക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ചെറിയ സ്ലാന്റിങ് ആയിട്ട് വരുന്ന ഒന്നിനെയാണ് നമ്മൾ ഒബ്ലീക്ക് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ആന്റിക്വിറ്റി. ആന്റിക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആന്റീക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം, ഏൻഷ്യന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെ? പണ്ടത്തെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ആന്റീക്ക് അല്ലെങ്കിൽ ആന്റിക്വിറ്റി. ഒബ്ലോങ്, ആ വേർഡിൽ തന്നെ നമുക്ക് കിട്ടും ഒബ്ലോങ്, ലോങ് ആണ് അല്ലെ? കുറച്ച് നീളം കൂടിയിട്ടുള്ള. ഓക്കെ, അതിന്റെ വിഡ്ത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നീളം കൂടിയിട്ടുള്ള, അതിനെയാണ് ഒബ്ലോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഒബ്ലോക്യു എന്നുള്ളതാണ് കേട്ടോ. ആക്ഷേപിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. Fill up the blank with the right option from below. On the wall there was a large dash photograph of their children. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു ചോദ്യമായിരുന്നു. On the wall there was a large dash photograph of their children. വേഗം പറഞ്ഞോളൂ. ആൻസർ കളർ ഫോട്ടോഗ്രാഫ് ആണ്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. കളർ ഫോട്ടോഗ്രാഫ് ഓഫ് ദർ ചിൽഡ്രൻ ആണ്. ഓക്കെ, ഇവിടെ ലാർജ് എന്ന് പറയുന്നത്, ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഡ്ജക്റ്റീവ് ആണ്, ഒരു അഡ്ജക്റ്റീവ്. അപ്പൊ ഈ ഒരു അഡ്ജക്റ്റീവ് എന്തിനെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്? നൗണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഒരു ആൻസർ നൗൺ ആയിട്ട് വരണം അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഏതാണ് ഇവിടെ നൗൺ ആയിട്ട് വന്നിട്ടുള്ള ആൻസർ? ഇറ്റ് ഇസ് കളർ കേട്ടോ. അപ്പോ കളർഫുൾ ആണെങ്കിലും കളേർഡ് ആണെങ്കിലും ഈ കളർഫുള്ളും കളേർഡും ഒക്കെ അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ നൗൺ ആൻസർ ആയിട്ട് വരണം, കാരണം നമ്മുടെ ലാർജ് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. കളർ എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ, സോ ഓൺ ദി വാൾ ദർ വാസ് എ ലാർജ് കളർ ഫോട്ടോഗ്രാഫ് ഓഫ് ദെയർ ചിൽഡ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇത് PSC മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ്. ഓൺടോപ്രനോ. ഓൺടോപ്രനോയുടെ സ്പെല്ലിംഗ് എന്താണ് വരുന്നത്? ഓൺടോപ്രനോ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. എൻട്രി പ്രീ നിയർ അല്ലെ? IENTRE, PRENEUR, ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓൺടോപ്രനോ അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫിൽ അപ്പ് ദി ബ്ലാങ്ക് വിത്ത് ദി റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. മൈ ഫാമിലി ഡാഷ് ഡിസൈഡഡ് ടു മൂവ് ടു ദി സിറ്റി. അപ്പൊ ഫാമിലിനെ നമുക്ക് സിംഗുലർ കൺസെപ്റ്റും അതേപോലെ തന്നെ പ്ലൂറലും ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അവരെല്ലാവരും കൂടെ ഒരു സിറ്റിയിലേക്ക് പോയി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഹാസ് പറയാം, അതേപോലെ തന്നെ ഹാവ് പറയാം. അപ്പോ ഇറ്റ് ഡിപ്പെൻസ് ആണ്. അപ്പൊ PSC ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സെലക്ട് ദി കറക്റ്റ് ഫുൾ ഫോം ഓഫ് GNP. GNP നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലോ നമ്മുടെ വൊക്കാബ്സിൽ. വേഗം പറഞ്ഞു തന്നെ, അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് GNP. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് GNP. ഓക്കെ, GDP എന്തായിരുന്നു? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം 88. നോട്ട് ലുക്ക് ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദി മൗത്ത് മീൻസ്. എന്താണ് അതിന്റെ അർത്ഥം? നോട്ട് ലുക്ക് ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദി മൗത്ത്.
അതായത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കുറ്റങ്ങളും കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കരുത് അല്ലെ. നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു സാധനം തന്നേക്കാണ്. അപ്പൊ അതിന്റെ കുറ്റം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദി മൗത്ത്. ഇറ്റ് മീൻസ് ഡു നോട്ട് ക്രിട്ടിസൈസ് ഓർ ഫീൽ ഡൗട്ട് അബൌട്ട് സംതിങ് ഗുഡ് ദാറ്റ് ഹാസ് ബീൻ ഓഫേർഡ് ടു യു അല്ലെ. ഡു നോട്ട് ക്രിട്ടിസൈസ് ഓർ ഫീൽ ഡൗട്ട് അബൌട്ട് സംതിങ് ഗുഡ് ദാറ്റ് ഹാസ് ബീൻ ഓഫേർഡ് ടു യു. നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നല്ല സാധനങ്ങളുടെ കുറ്റങ്ങളോ കാര്യങ്ങളോ കുറവുകളോ നമ്മൾ കണ്ടുപിടിക്കരുത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടുന്ന ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മീനിങ് ഓഫ് ഡിസീറ്റ്ഫുൾ. ഡിസീറ്റ്ഫുളിന്റെ മീനിങ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസീറ്റ്ഫുളിന്റെ മീനിങ് അല്ലാത്തത്. ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, കബളിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ക്രാഫ്റ്റി എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ ക്രൂക്കഡ് ആയിട്ടുള്ള കബളിപ്പിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ്. ക്രാഫ്റ്റി അല്ലെ. അപ്പോ നമ്മൾ ക്രാഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കബളിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അല്ലെ. പിന്നെ ഷിഫ്റ്റി എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതേ മീനിങ് തന്നെയാണ് വരുന്നത്. സിമിലർ ടു ക്രാഫ്റ്റി തന്നെയാണ് വരുന്നത്. ഡിസൈനിങ്ങും അങ്ങനെ ഒരു മീനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന. കോപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അതായത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള, എബണ്ടന്റ് ആയിട്ടുള്ള. ഓക്കെ, കോപ്പീസ് ഇറ്റ് മീൻസ് നമ്പർ ഓഫ് ധാരാളം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ട്. നമ്മൾ ഈ കോപ്പീസ് എടുക്കുക എന്നൊക്കെ പറയില്ലേ, കോപ്പീസ് എടുക്കുക എന്ന് പറയില്ലേ, ഈ പേജിന്റെ ഒക്കെ കോപ്പീസ് എടുക്കുക. അപ്പൊ അതേപോലെ നമ്പർ ഓഫ് കോപ്പീസ് എന്നൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് കോപ്പീസ് ആണ്. കോപ്പീസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുമായിട്ട് ഒരു ചായ്വ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് കേട്ടിട്ടില്ലേ, ഒരു ചെരിവ് അല്ലെങ്കിൽ ഒരു ചായ്വ്. അപ്പൊ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്കിംഗ് ആണ് ശരിക്കും. ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്, അങ്ങോട്ടൊരു ചായ്വ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് ഇൻക്ലിനേഷൻ. അപ്പം ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്ന ഹേറ്റ്രഡ് ആണ് അല്ലെ. ഹേറ്റ്രഡ് ആണ് ആൻസർ ആയിട്ട് വരിക, വെറുപ്പാണ്. ഓക്കെ, കിട്ടിയോ? എല്ലാവർക്കും ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് അറിയാനാണ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ അതും കൂടെ പറയുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.